ഞങ്ങൾക്ക് ഞങ്ങളമ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളമ്മനെ ജീവിതത്തിലോട്ട് കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി പഠനത്തിലും എല്ലാത്തിനും നിങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വീടൊന്നുമില്ല, ഞങ്ങൾ വാടക വീട്ടിലാണ്. ഞങ്ങളെ സഹായിക്കണം. 2 വർഷമായി ഞാൻ ഈ കിടപ്പ് എടുക്കാൻ തുടങ്ങിയിട്ട്. 3 മാസം ട്യൂബിട്ട് കിടന്ന് കഴിഞ്ഞ വർഷം. ഞങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത്. വാടക കൊടുക്കാൻ പോരുന്ന നിർത്തില്ല. ഒക്കെ 3 കുട്ടികളാണ്. എൻ്റെ കുട്ടികളാണ് എന്നെ നോക്കുന്നത്. ഞങ്ങൾക്ക് അയൽവാസികളും നാട്ടുകാരൊക്കെ തന്നിട്ട് ഇതുവരെ കഴിഞ്ഞത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. ഭർത്താവിനാണ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എൻ്റെ കുട്ടികളെ നോക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ ഭാര്യയാണ് സൈഫുന്നീസ എന്ന് പറയും. ഞങ്ങളിപ്പോൾ ഒരു 5-8 വർഷമായി ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിലാണ്. നമുക്ക് സുഖമില്ലാത്തൊരു പ്രശ്നമാണ്. കിഡ്നിക്ക് ട്യൂബിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് ആകെ പവപ്പായിട്ട് കിഡ്നി ചുങ്ങിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഹോട്ടൽ പണി, പണ്ടാരിപ്പണിയാണ്. എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ 2-3 മാസമായിട്ട് ജോലിക്ക് പോയിട്ടില്ല. ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 നേരം ഇഞ്ചക്ഷൻ വെക്കുകയായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് യാതൊരു സാമ്പത്തികമായിട്ട് ഒന്നിനും എനിക്ക് നടക്കില്ല. ഞാൻ വാടകയ്ക്കാണ് താമസം. 10 വർഷമായി വാടകയ്ക്കായിട്ട്. ഒരു വീട് പോലും എനിക്കില്ല. ഇവിടെ നിന്നുള്ള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവരും സഹായം എനിക്ക് വേണം. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ യാതൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കയ്യിൽ. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ താനാലൂർ 17-ാം വാർഡിലാണ് കേട്ടോ. നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ജീവിതത്തിൽ എത്രത്തോളം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഈ മോനെ പ്രസവിച്ചിട്ട് ആ ഒരു സമയത്തുണ്ടായ പ്രശ്നമാണ് കിഡ്നിയും പുറത്തേക്ക് വന്ന അവസ്ഥയായിരുന്നു. പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ സർജറി എന്തായാലും നിർബന്ധമാണ്. സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇത്രയും കാലം മരുന്നിൽ നമ്മൾ മുന്നോട്ട് പോയി. 5-ാം ക്ലാസ്സിലാണ് മോന്, മോള് 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു മോനും ഉണ്ട്, അവൻ 10-ാം ക്ലാസ്സിലാണ്. വീഡിയോ കാണുന്ന നിങ്ങളാണ് ഇവരെ ഏറ്റെടുക്കേണ്ടത്, സഹായിക്കേണ്ടത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ആ ഒരു സഹായം നിങ്ങൾ ഇവരുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെക്കും വീഡിയോയിൽ. ഈ കുടുംബത്തിനെ നിങ്ങൾ ചേർത്ത് നിർത്തണം. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ഈ